الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا. صدق الله العلي العظيم. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, കൽപ്പനകൾ, നിഷിദ്ധങ്ങൾ എല്ലാം യഥാവിധം മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന്റെ മുത്തഖികളായി, മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവൻ വിജയിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഭൗതിക ജീവിതം എന്നത് ചതിക്കുന്ന, വഞ്ചനാത്മകമായ ചരക്കല്ലാതെ മറ്റൊന്നുമല്ല. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ചതിക്കുന്ന ഈ ലോകത്ത് നിന്ന്, വഞ്ചനാത്മകമായ ഐഹിക ലോകത്ത് നിന്ന് പരലോകത്തിന് മുൻഗണന നൽകുന്ന അള്ളാഹുവിന്റെ ഇഷ്ടക്കാരിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ സമയത്ത് പതിവിൽ കവിഞ്ഞ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഓർത്തുകൊണ്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ, മക്കയെ കുറിച്ച് പറയുമ്പോൾ, ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണ് ധാരാളമായി ഓർക്കുന്നത് എന്ന് നമുക്കറിയാം. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ചും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും ഹാജറ ബീവിയെ കുറിച്ചും ഓർക്കാതെ, അല്ലെങ്കിൽ ഹജ്ജ് കർമ്മത്തിൽ ഏർപ്പെട്ടവർ അവരുടെ ആ കർമ്മം
അതേപോലെ അനുകരിക്കാതെ ഹജ്ജും ഉംറയും പൂർത്തിയാവുകയില്ല എന്ന് നമുക്കറിയാം. സഫാ മർവക്കിടയിലുള്ള സഅയ്, ആ സഅയ് ഇല്ലാതെ ഉംറ കർമ്മം പൂർത്തിയാവില്ല, ഹജ്ജ് പൂർത്തിയാവില്ല എന്നത് ഉംറയുടെയും ഹജ്ജിന്റെയും വാജിബിൽപ്പെട്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നമ്മൾ ഓർക്കുന്നു. എவ்விதമാവണം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഓർക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ധാരാളമായിട്ട് നമ്മളെ ഉണർത്തുന്നുണ്ട്. ഞാൻ തന്നെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ മൂസ അലൈഹിസ്സലാമിയുടെ പേരിന് ശേഷം ഖുർആനിൽ ധാരാളമായിട്ട് പിന്നെ പ്രയോഗിച്ച പേര് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേരാണ്. മൂസ അലൈഹിസ്സലാമിന്റെ പേര് വ്യക്തികളുടെ കൂട്ടത്തിൽ ഏറ്റവും തവണ ഖുർആനിൽ വന്നിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാമിന് ശേഷം പിന്നെ പേര് പരാമർശിക്കപ്പെട്ടത് ഫിർഔന്റെ പേരാണ്. കാരണം മൂസ അലൈഹിസ്സലാമിയുടെ പ്രതിയോഗിയായിരുന്നു ഫിർഔൻ എന്ന് നമുക്കറിയാം. പ്രവാചകൻ മൂസ അലൈഹിസ്സലാമിന് ശേഷം പിന്നെ പേര് പരാമർശിക്കപ്പെട്ടത്, ഫിർഔനെ മാറ്റി നിർത്തിയാൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പേര് പരാമർശിക്കപ്പെട്ടത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേരാണ്. എന്തിനാണ് ഈ പ്രവാചകന്മാരുടെ പേരുകൾ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ധാരാളമായിട്ട് നമ്മുടെ മുമ്പിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മളോട് പറഞ്ഞു കേൾപ്പിക്കുന്നത്? എന്തിനാണ് പ്രവാചകന്മാരുടെ ജീവിതത്തെ അപ്പടി, പ്രവാചകന്മാരുടെ പ്രബോധന രീതിയെ അപ്പടി, പ്രവാചകന്മാര് ജീവിച്ച സാമൂഹിക ചുറ്റുപാടിനെയും അവസ്ഥകളെയും അതുപോലെ തന്നെ എന്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മളിലേക്ക് അതിനെ നമ്മളിലേക്ക് പറഞ്ഞു വെക്കുന്നത്, വിശദീകരിച്ചു തരുന്നത്? വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ. പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാത നിങ്ങൾ പിന്തുടരണം. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ എന്തുകൊണ്ടാണ് പ്രവാചകൻ ഖലീലുള്ള എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ എന്തുകൊണ്ടാണ് പ്രവാചകൻ ഒരു മനുഷ്യനെ മാത്രം വെച്ചുകൊണ്ട് ഉമ്മത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്? ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു ഉമ്മത്തായിരുന്നു എന്ന് എന്തിനാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാം വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഇബ്രാഹിം അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു തആല ഉറ്റ കൂട്ടുകാരനായി, അടുത്ത കൂട്ടുകാരനായി, ഖലീലായിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വിശേഷിപ്പിക്കാനുണ്ടായ കാരണം എന്താണ്? പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ ധാരാളമായിട്ട് അത് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മുടെ സമകാലികവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രബോധന രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു, ഏറ്റവും കൂടുതൽ സൽക്കർമ്മിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ സ്വന്തത്തെ സമർപ്പിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം. വമൻ അഹ്സനു ദീനൻ. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ജീവിത രീതി, ഏറ്റവും ഉത്തമമായ ജീവിത രീതി ഇങ്ങനെ സ്വീകരിച്ചാരുണ്ട്? മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. അല്ലാഹുവിന് വേണ്ടിയിട്ട് തന്റെ മുഖത്തെ തിരിച്ചു വെച്ചവനേക്കാൾ ആരെയാണ് ഈ പറയുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വഹുവ മുഹ്സിൻ, സ്വന്തം സൽക്കർമ്മിയായിക്കൊണ്ട്, ജീവിതത്തിൽ ഇഹ്സാൻ പുലർത്തുന്നവനായിക്കൊണ്ട്, സ്വന്തം ജീവിതത്തെയും സ്വന്തം അള്ളാഹുവിന് വേണ്ടി പൂർണ്ണമായിക്കൊണ്ട് സമർപ്പിച്ചവനേക്കാൾ, തന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീനിന് സ്വന്തം ജീവിത രീതി സ്വീകരിച്ചവനേക്കാൾ ഏറ്റവും മുഴച്ചു നിൽക്കുന്നവൻ, ഏറ്റവും സ്വീകരിച്ച മഹാനായ മനുഷ്യർ വേറാരാ ഉള്ളത്? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വെച്ച് കാണിക്കുക. നമുക്കറിയാം, മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. അള്ളാഹുവിന് വേണ്ടിയിട്ട് തന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും തിരിച്ചു വെച്ചു, തന്റെ മുഖത്തെ പൂർണ്ണമായിട്ടും തിരിച്ചു വെച്ചു. അപ്പൊ മുഖം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഐഡന്റിറ്റിയാണ് മുഖം എന്ന് പറയുന്നത്. ശരീരാവയവങ്ങളിൽ നിന്ന് അതിന്റെ ശരീരാവയവങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയെന്ന് മുഖം നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയും. അയാൾ കോപിക്കുന്നവനാണോ? മുഖം നോക്കിയിട്ട് പറയാൻ കഴിയും. അയാൾക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടോ? മുഖത്ത് നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയും.
അയാൾ ഇപ്പോൾ സന്തോഷവാനാണോ? മുഖം നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയും. അയാളുടെ മുഖം നിഷേധാത്മക പ്രവണതയുള്ളതാണോ? മുഖത്ത് നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഒരാളുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ ആ ഈമാൻ പ്രതികരിക്കുന്നത്, പ്രതിഫലിക്കുന്നത് മുഖത്ത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാളുടെ ഹൃദയം മുഴുവൻ നിഷേധാത്മകമായ ഒരു പ്രവണതയാണ് എങ്കിൽ മുഖത്ത് നോക്കിയിട്ട് ആ നിഷേധാത്മക അയാളുടെ പ്രതിഫലിപ്പിക്കും, മുഖത്ത് പ്രതിഫലിപ്പിക്കും. അതുകൊണ്ടാണ് മുഖം മറ്റൊരു കണ്ണാടിയാണ് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, പൂർണ്ണമായി കൊണ്ടും മുഖത്തെ അള്ളാഹുവിന് തിരിച്ചു വെക്കുക. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ജീവിതത്തിന്റെ എല്ലാം അള്ളാഹുവിലേക്ക് തിരിച്ചു വെച്ചു. അവന് സൽക്കർമ്മിയായിക്കൊണ്ട് സ്വന്തം ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിച്ചു എന്ന് മാത്രമല്ല, അതിന് നേരായ ചൊവ്വായ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാതയാണത്. ഇബ്രാഹിം ഹനീഫ, ചൊവ്വായ നേരായ ഋജുമാനസ്കനായ വക്രതയില്ലാത്ത ഒരു ഏറ്റക്കുറച്ചിലുമില്ലാത്ത അസന്തുലിതമല്ലാത്ത സന്തുലിതമായ ഒരു ജീവിത വീക്ഷണം, സന്തുലിതമായ ഒരു ജീവിത വീക്ഷണം, ഋജുവായ സ്വഭാവത്തിൽ, ഒരു വക്രതയുമില്ലാത്ത സ്വഭാവത്തിൽ, ഒരു ഏറ്റക്കുറച്ചിലുമില്ലാത്ത വിധത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാത നേരായ ചൊവ്വായ പാത, അടിയുറച്ചു നിൽക്കുന്ന ഒരു പാത, സൽക്കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്റെ ജീവിതത്തെയും മുഖത്തെയും മുഴുവൻ അള്ളാഹുലേക്ക് തിരിച്ചു വെച്ച ഒരു പാത. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതമാണ്. ഈ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുന്നു. ഈ ഇബ്രാഹിം അലൈഹിസ്സലാമാണ് ഇത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഈ ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറ്റ കൂട്ടുകാരനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രബോധന പ്രവർത്തന രീതി കുടുംബത്തിൽ നിന്നാണ് ആദ്യം ആരംഭിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രബോധന പ്രവർത്തനം ആദ്യമായിട്ട് ആരംഭിക്കുന്നത് നമുക്കറിയാം കുടുംബത്തിൽ നിന്നാണ്. ആ കുടുംബത്തിൽ നിന്ന് തന്നെ സ്വന്തം പിതാവിനോടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ആദ്യമായി കൊണ്ട് തന്നെ തന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. മാത്രമല്ല, അതിലൊക്കെ നമുക്കറിയാം ഒരു പ്രബോധകൻ എങ്ങനെ ആയിരിക്കണം എന്നതും കൂടി ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പ്രബോധകൻ എങ്ങനെ ആയിരിക്കണം? ആ പ്രബോധിതനെ ഒരിക്കലും പ്രകോപിപ്പിക്കാൻ പാടില്ല. മാത്രമല്ല, പ്രബോധിതനെ മാനസികമായി കൊണ്ട് പ്രബോധിതനെ മുറിവേൽപ്പിക്കാൻ പാടില്ല. ഏറ്റവും നല്ല അവരുടെ ചിന്തയോട്, അവരുടെ വികാരങ്ങളെക്കാൾ അപ്പുറം, അവരുടെ വൈകാരികതയേക്കാൾ അപ്പുറം അവരുടെ വിവേകത്തെ ഉണർത്തുന്ന വിധത്തിൽ, അവരുടെ ബുദ്ധിയോട് സംവദിക്കുന്ന വിധത്തിലായിരിക്കണം നിങ്ങളുടെ പ്രബോധന പ്രവർത്തനം ഉണ്ടാവേണ്ടത്. അവരെ ഒരിക്കലും നിങ്ങൾ വിമർശിക്കരുത്. നിങ്ങൾ അവരുടെ മുമ്പിൽ ഏറ്റവും നല്ല കേൾവിക്കാരനായിട്ട് നിങ്ങൾ മാറണം. ഏറ്റവും നല്ല കേൾവിക്കാരനായിട്ട് നിങ്ങൾ മാറണം. മാത്രമല്ല, അവരെ വൈകാരികമായിട്ട് ഉണർത്തി വിടുകയല്ല വേണ്ടത്. നിർബന്ധമായി കൊണ്ട് നിങ്ങൾ അവരുടെ മുമ്പിൽ നിങ്ങളുടെ വാദങ്ങൾ തുറന്നു വെക്കല്ല വേണ്ടത്. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ കയ്യിലുള്ള സത്യത്തെ ഏറ്റവും നന്നായിട്ട് വിവേകത്തോടുകൂടി, പക്വതയോടുകൂടി, നീതിപൂർവയോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി നിങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രീതിയാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം പിതാവിനോട് ഒരിക്കലും ഇബ്രാഹിം അലൈഹിസ്സലാം പോരാടുന്ന വിധത്തിലല്ല ഖുർആന്റെ ഒരു ശൈലിയുണ്ട്. യാ അബത്തി, എന്റെ പിതാവ്, എന്റെ പിതാവ് എന്ന് വിളിച്ചിട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനോട്, ആസറിനോട്. നമുക്കറിയാം എങ്ങനെയായിരുന്നു ആസർ. അന്ന് ഇറാഖിലെ ഏറ്റവും വലിയ പുരോഹിത വർഗത്തിൽ ഭരണവും ഭരണ സംവിധാനങ്ങളും ഒക്കെ തൗഹീദാണല്ലോ ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത്, പ്രബോധനം നടത്തുന്നത്. അപ്പൊ തൗഹീദ് പ്രബോധനം നടത്തായി പറഞ്ഞതിന്റെ അർത്ഥം എന്താ? തൗഹീദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൂർണ്ണമായി കൊണ്ടും എല്ലാ വ്യവസ്ഥയും, എല്ലാ സംവിധാനങ്ങളും, സംസ്കാരങ്ങളും, ആത്മീയതയും, അതിന്റെ ഭൗതികതയും സംസ്കാരവും, ജീവിതത്തിന്റെ ധാർമ്മിക വശവും, സ്വകാര്യ ജീവിതവും മുഴുവൻ സമ്പൂർണമായിട്ട് അള്ളാഹുവിനാവുക. ഇതാണ് തൗഹീദ് എന്ന് പറയുന്നത്. സമ്പൂർണമായിട്ട് ജീവിതം അള്ളാഹുവിനാവുക, സമ്പൂർണമായിട്ട് ഭൂമിയുടെ വ്യവസ്ഥയും താളവും മുഴുവൻ അള്ളാഹുവിനാവുക. ഇവിടെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വിഷയങ്ങൾ ശരിയല്ല, ആ വ്യവസ്ഥ ശരിയല്ല, ആ സാമൂഹിക ക്രമം ശരിയല്ല, ആ സാമൂഹിക ക്രമത്തെ ശരിപ്പെടുത്തേണ്ടതുണ്ട്, ആ വ്യവസ്ഥയെ നന്നാക്കേണ്ടതുണ്ട്. അതിന് നടത്തുന്ന പ്രബോധനമാണ് തൗഹീദി പ്രബോധനം എന്ന് പറയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം ഉപ്പയോട് നടത്തുന്ന പ്രബോധനം അതാണ്. ഉപ്പ, നിങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ തൗഹീദിന് വിരുദ്ധമായ പ്രവർത്തനമാണ്. അപ്പൊ എന്താണത്? അത് പുരോഹിതന്മാരുടെ പ്രവർത്തനമാണ്. നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി നമ്മുടെ ചുറ്റുപാടും അവസ്ഥകളും മുഴുവൻ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചുറ്റുപാടുകളും വ്യവസ്ഥകളും മുഴുവൻ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അതുകൊണ്ട് ഉപ്പ, നിങ്ങൾ നടത്തേണ്ട ആ പ്രബോധന രീതിയുണ്ടല്ലോ, ആ പ്രബോധന രീതി നമുക്കൊരിക്കലും, ആ പണിയുണ്ടല്ലോ, ആ പണി ഒരിക്കലും നമുക്ക് ചേർന്നതല്ല. അതുകൊണ്ട് ഉപ്പനെ അഭിസംബോധന ചെയ്യുന്ന നോക്കൂ, യാ അബത്തി. ഇബ്രാഹിം അലൈഹി സ്വലാം ഉപ്പനെ വിളിക്കുന്നുണ്ട്, എന്റെ പിതാവേ, ഞാനൊരു വിവരമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നൊക്കെയാണ്. അതായത് ഞാനൊരു പ്രബോധകനാണ്. ഞാൻ ഇതിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചു നോക്കി. ഇതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു നോക്കിയപ്പോ ഇതൊന്നും യഥാർത്ഥത്തിൽ ശരിയായ വഴിയല്ല, ശരിയായ വഴിയല്ല. എന്താ പിതാവ് നിങ്ങൾ കാണിക്കുന്നത്? യാ അബത്തി, എന്റെ ഉപ്പ, എന്റെ ഉപ്പ, നിങ്ങൾ ശൈത്താനെ ഇബാദത്ത് ചെയ്യരുത്, ശൈത്താനെ ആരാധിക്കരുത്. നിങ്ങൾ ഈ പണി ഉണ്ടല്ലോ, നമ്രൂദ് ആരാന്ന് നമുക്കറിയാം. ഇപ്പൊ നമ്രൂദിന് വേണ്ടിയിട്ട് ഒരു പുരോഹിതന്റെ റോൾ എടുത്തിട്ട് ആസർ എന്ന് പറയുന്ന ഒരു പിതാവിന്റെ മുമ്പിൽ വളരെ ഗുണകാംക്ഷ മനോഭാവത്തോട് കൂടിയിട്ട് മകൻ ചെന്നിട്ട് പറയാണ്, യാബത്തിന്റെ പിതാവ്, പിതാവെ, ഞാൻ പേടിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ വരും സാധ്യതയുണ്ട്. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് പിതാവ് പിന്നീട് തിരിച്ച് എടുക്കുന്ന ഒരു നിലപാടെന്താ? ആട്ടിപ്പുറത്താക്കും. എന്റെ മകൻ എന്ന നിലക്ക് നിന്നോട് ആരാ ഇങ്ങനത്തെ ഒരു പ്രബോധന രീതി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത്? അതുകൊണ്ട് ഞാൻ നിന്നെ പുറത്താക്കും. ഇവിടുന്ന് ആട്ടിപ്പുറത്താക്കും, ഇവിടുന്ന് എറിഞ്ഞോടി, ഇവിടെ നാട്ടിപ്പുറത്താക്കും. ഇപ്പൊ പ്രതിയോഗി അല്ലെങ്കിൽ ഒരു പ്രബോധകന്റെ മുമ്പിൽ ചിലപ്പോൾ പ്രബോധിതരായ ആളുകൾ പല വിധത്തിൽ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തും. ആ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുമ്പോഴും പ്രബോധകനായ ആളുകൾ ക്ഷമ പുലർത്തി അടിക്ക് തിരിച്ചടിയല്ല. പല വിധത്തിൽ നമ്മൾ ആട്ടിപ്പുറത്താക്കാൻ നോക്കുമ്പോൾ ആട്ടിപ്പുറത്താക്കുന്ന ആളുകളുടെ മുമ്പിൽ ക്ഷമാപൂർവം നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. തുടർന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം പിന്നീട് നടത്തുന്നത് സ്വന്തം കുടുംബത്തിൽ പല കാര്യങ്ങളൊക്കെ പ്രബോധനം ചെയ്തതിനു ശേഷം പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാം ചുറ്റുപാടിലേക്ക് നാട്ടിലേക്ക് ഇറങ്ങാൻ. ഇപ്പൊ നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാം കാണുന്ന ഒരു കാര്യമുണ്ട്, ബുദ്ധിയോട് സംവദിക്കും നമുക്ക് കാണാൻ കഴിയും. ആളുകൾ പല വിധത്തിലും പല ആചാരത്തിലും പല ജീവിത രീതിയും പല വ്യവസ്ഥയിലുമാണ് ആളുകൾ പലപ്പോഴും ഉള്ളത്. നമ്രൂദ് എന്ന് പറയുന്ന ഏകാധിപതിയായ ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഇറാഖിലെ പല ആളുകളും പേടിച്ച് വിറച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു സാമൂഹിക ക്രമം. ശിർക്കൻ വ്യവസ്ഥകൾ, ബഹുദൈവത്വം എന്ന് പറയുന്ന ഏകദൈവത്വത്തിന് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ മുഴുവൻ സാമൂഹിക ക്രമത്തിൽ മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രമം, ഒരു വ്യവസ്ഥ. ഈ വ്യവസ്ഥയിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാം പിന്നെ നാട്ടുകാരോട് പറയുന്നത്. അപ്പൊ നാട്ടുകാരോട് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഇബ്രാഹിം അലൈഹി സ്വലാം നാട്ടുകാരോട് പറയുന്നുണ്ട്, നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മുമ്പിൽ നിങ്ങൾക്ക് ഒരു ഉത്തരം നൽകാൻ കഴിയാത്ത വിധത്തിലുള്ള ഈ ബിംബങ്ങളെയും കല്ലുകളെയാണോ നിങ്ങൾക്ക് ആരാധിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഇവർ നൽകുക? ഇത് ഖാലലി ഖൗമിഹി, തന്റെ ഖൗമിനോട് ഇബ്രാഹിം അലൈഹി സ്വലാം പറയുന്നത്, ഉബ്ദുല്ലാഹ വത്തഖു, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിനെ സൂക്ഷിക്കുക. എന്നാൽ ഇബ്രാഹിം അലൈഹി സ്വലാം പറയുന്നത്, ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഔസാനൻ വതഖ്ലുഖൂന ഇഫ്കൻ ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലികൂന ലക്കും റിസ്ഖൻ. നിങ്ങൾക്ക് ഒരു റിസ്ഖും ചെയ്യാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത, ഒരു പ്രയോജനം ചെയ്യാൻ കഴിയാത്ത, ഒരു ഉത്തരം ചെയ്യാൻ കഴിയാത്ത ഇതിനെയാണോ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, ആരാധിക്കുന്നത്? ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ അടുത്ത ചോദ്യം, ഫലമ്മ ജന്ന അലൈഹിൽ ലൈൽ, രാത്രി എങ്ങനെ വന്ന സമയത്ത്, രാത്രിയുടെ പ്രകാശം വന്ന സമയത്ത്, റഅ കൗകബൻ, അപ്പൊ ആകാശ ലോകത്ത് രാത്രിയായപ്പോ ആകാശ ലോകത്ത് കൗകബൻ, നക്ഷത്രത്തെ കണ്ടു. ഇബ്രാഹിം അലൈഹി സ്വലാം അവരെ നോക്കിയിട്ട് പറഞ്ഞു, ഖാല ഹാദാ റബ്ബി, ഇതാണ് എന്റെ ദൈവം. അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടി. കുറച്ചു കഴിഞ്ഞപ്പോ നക്ഷത്രം അപ്രത്യക്ഷമായി. ഇത് അപ്രത്യക്ഷമായപ്പോ മറഞ്ഞുപോയപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു, ഇങ്ങനെ മറഞ്ഞു പോണതൊന്നും എന്റെ ദൈവമല്ല. അപ്പൊ ആ നാട്ടിലെ ആളുകളോട് ബൗദ്ധികമായിട്ട് ബുദ്ധിപരമായിട്ട് സംവദിക്കുന്ന രീതി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രബോധന രീതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല പിന്നീട് ഇബ്രാഹിം അലൈഹി സ്വലാം സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങി, സ്വന്തം ഖൗമിനോട് തുടങ്ങി. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം പുറത്തുനിന്ന് ഒരു ഗുണകാംക്ഷ രീതി. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഇബ്രാഹിം അലൈഹി സ്വലാം നമുക്കറിയാം എവിടെയാണോ തന്റെ വ്യവസ്ഥകൾ താറുമാറായി കിടക്കുന്നത്. ചിലപ്പോൾ ഉണ്ടാവും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഉണ്ടാവും, തൗഹീദ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു മനുഷ്യൻ ഇടപെടുന്ന മുഴുവൻ ഭാഗങ്ങളെയും സ്പർശിച്ചു നിൽക്കുന്ന ഒന്നാണ്. ധാർമ്മിക ജീവിതത്തിൽ നമുക്ക് തൗഹീദിൽ അധിഷ്ഠിതമായി കൊണ്ടൊരു ജീവിതമാവണം. കുടുംബ ജീവിതം അങ്ങനെയാവണം, സാമ്പത്തിക ജീവിതം അങ്ങനെയാവണം, നിങ്ങളുടെ വിശ്വാസ ജീവിതം അങ്ങനെയാവണം.
ഇപ്പൊ വിശ്വാസ ജീവിതം അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം മനുഷ്യരെ വിശ്വാസത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം, അള്ളാഹുലേക്ക് നിങ്ങൾ മടങ്ങി വരണം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രബോധനം ചെയ്തത്. നാട്ടിലെ വ്യവസ്ഥയും നാട്ടിൽ താറുമാറായിക്കൊണ്ടിരിക്കുന്ന അധാർമിക വ്യവസ്ഥ, ഈ അധാർമിക അവസ്ഥ അന്യം നിന്ന് പോയപ്പോൾ, ഇസ്ലാമികമല്ലാതായി പോയപ്പോഴാണ് നാട്ടിൽ ഇസ്ലാമിൻ്റെതായ ഒരു ധർമ്മ വ്യവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഇത് പറഞ്ഞ പ്രവാചകനാണ് ലൂത്ത് അലൈഹിസ്സലാം. സാമ്പത്തിക ക്രമത്തിൽ തൗഹീദ് നഷ്ടപ്പെട്ടപ്പോൾ സാമ്പത്തിക ക്രമത്തിൽ തൗഹീദിലേക്ക് തിരിച്ചു വരണം. ഇത് പറഞ്ഞ പ്രവാചകനാണ് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം. നാട്ടിലെ മുഴുവൻ മനുഷ്യരെ മുഴുവൻ ക്ലാസുകളാക്കി തിരിച്ച് ഉച്ചനീചത്വങ്ങൾ ഉണ്ടാക്കി, മനുഷ്യർക്കിടയിൽ വിവേചനം ഉണ്ടാക്കി, മനുഷ്യർക്കിടയിൽ ഇത് ഉന്നത മനുഷ്യർ, ഇത് താഴ്ന്ന മനുഷ്യർ എന്ന സ്വഭാവത്തിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാക്കി മനുഷ്യരെ മുഴുവൻ വർഗങ്ങളായിട്ടും വിഭാഗങ്ങളാക്കിയിട്ടും തിരിച്ച് ഈ താഴ്ന്ന മനുഷ്യരാണെങ്കിൽ അവരെ കൊന്നൊടുക്കണം. അങ്ങനെ ഏകാധിപതിയും ഫാഷിസ്റ്റുമായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ തൗഹീദ് പറഞ്ഞതാണ് മൂസ അലൈഹിസ്സലാം ചെയ്ത ധർമ്മം. ഇതേ തൗഹീദ് തന്നെയാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമും നമ്രൂദിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം നമ്രൂദ് എന്താ ചെയ്തതെന്ന്. നമ്രൂദ് അങ്ങനെ തന്നെയായിരുന്നു. നമ്രൂദ് നാട്ടിന്റെ വ്യവസ്ഥകൾ മുഴുവൻ മാറിയിട്ട് നിന്റെ രീതി അനുസരിച്ചുകൊണ്ടാണ് ഇവിടെ ഭരിക്കുന്നതും, ഞാനാണ് ഇവിടെ തീരുമാനിക്കുന്നത്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാമും നമ്രൂദും തമ്മിലുള്ള ഒരു സംവാദം. അള്ളയാണ് മനുഷ്യരെ ജീവിപ്പിക്കുന്നത്, അള്ളയാണ് മനുഷ്യരെ മരിപ്പിക്കുന്നത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സമയത്ത് അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹിമ ഫീ റബ്ബിഹി അൻ അതാഹു അല്ലാഹുൽ മുൽക്ക്, ഇബ്രാഹിം അലൈഹിസ്സലാം ആധിപത്യം നൽകി. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമും നമ്രൂദും തമ്മിലുള്ള ഒരു സംവാദങ്ങൾ കണ്ടി. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞു, ഇന്നി യുഹ്യി വ യുമീത്, അല്ലാഹു ആണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ നമ്രൂദ് പറഞ്ഞു, ഖാല അല്ല, ഇന്നമാ അന നുഹ്യി വ ഉമീത്, ഞാൻ തന്നെയാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നിരപരാധിയായ ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അയാളെ പുറത്ത് വിട്ടു. ഇപ്പൊ കണ്ടില്ല, ഞാൻ ഒരാളെ ജീവിപ്പിച്ചത്. ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അയാളെ കൊന്നു കളഞ്ഞു. ഇപ്പൊ കണ്ടില്ല, ഞാൻ കൊന്നു കളഞ്ഞല്ല. എനിക്കാണ് ഇവിടുത്തെ അധികാരം, ഞാൻ അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത്, ഇവിടുത്തെ വർഗങ്ങളെ മുഴുവൻ. നമ്മൾ പറയലുണ്ടല്ലോ പല സ്വഭാവത്തിൽ ഇവിടുത്തെ ഒരു ജാതി വ്യവസ്ഥ എന്നതുപോലെ തന്നെ അമേലികൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഇറാഖിലുണ്ടായിരുന്നു. ഈ അമേലികൾക്ക് ഞങ്ങൾക്കാണ് ഇവിടെ അധികാരം പാടുക, ഞങ്ങളാണ് ഇവിടെ നിയമം ചുട്ടെടുക്കുക, ഞങ്ങളാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക, ഞങ്ങളാണ് ഇവിടുത്തെ ഉന്നതം, ഞങ്ങളാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം കടന്നു വന്നിട്ടുള്ളത്. മനുഷ്യർക്കിടയിൽ ഈ വ്യത്യാസമൊന്നും പാടില്ല, ഉച്ചനീചത്വങ്ങൾ പാടില്ല, ജാതീയമായ വിവേചനങ്ങൾ പാടില്ല. ഒരു കൂട്ടർ എന്ന് പറയുന്നത് താഴ്ന്ന കൂട്ടരും ഒരു കൂട്ടർ ഉയർന്ന കൂട്ടരും എന്നുള്ളത് പറയാൻ പാടില്ല. നമ്മുടെ കൂട്ടത്തിലൊക്കെ നമ്മൾ പറയലില്ല ചാതുർവർണ്ണ വ്യവസ്ഥ. നമുക്കറിയാം, അതിൽ ആ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഒരു കൂട്ടറുണ്ട്, അവര് ജനിച്ചതോടുകൂടി തന്നെ അവർ ഉന്നത ജാതിക്കാരായിട്ട് മാറും. മനുഷ്യർക്കിടയിൽ വിവേചനങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ആരാണ് ഇവിടെ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് നമ്മൾ തീരുമാനിക്കുക. അവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദിന്റെ മുമ്പിൽ വന്നപ്പോൾ നമ്രൂദിന് പറഞ്ഞത്, ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഇബ്രാഹിം ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. എന്റെ റബ്ബ് ഉണ്ടല്ലോ, എന്റെ റബ്ബിന് ഒരു പ്രാപഞ്ചിക വ്യവസ്ഥയുണ്ട്. എന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചെറിയ ആരാധന അനുഷ്ഠാന കാര്യങ്ങൾ ഇടപെടുന്ന റബ്ബല്ല, ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആധിപത്യമുള്ള ഒരു റബ്ബാണ്. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദിനോട് പറഞ്ഞു, കിഴക്ക് സൂര്യൻ ഉദിക്കുന്നുണ്ട്, പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നുണ്ട്. എന്റെ റബ്ബിന്റെ ഒരു വ്യവസ്ഥ, പ്രപഞ്ചത്തിനൊരു താളുണ്ട്, ലോകത്തിനൊരു താളുണ്ട്, മനുഷ്യന്റെ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്ന് റബ്ബ് പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം, ഇതാണ് നിന്റെ ആധിപത്യമെങ്കിൽ ഇവിടെ നിനക്ക് ആധിപത്യമുണ്ടെങ്കിൽ നീ പറഞ്ഞല്ലോ ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞത്. ഒരൊറ്റ ചോദ്യം, സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, ഇതിന്റെ നേരെ തിരിച്ച് സൂര്യനെ പടിഞ്ഞാറ് ഉദിപ്പിക്കുവാനും കിഴക്ക് അസ്തമിപ്പിക്കുവാനും നിനക്ക് കഴിയുമോ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദിനോട് ചോദിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈ സംവാദം, ഈ പ്രവർത്തന രീതിക്ക് മുന്നിൽ അവിടുന്ന് എല്ലാവരും കെട്ടടങ്ങിപ്പോയി എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിക്കൊണ്ട് തൗഹീദാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രബോധനം ചെയ്തത് എന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ തൗഹീദ് എന്ന് പറയുമ്പോൾ കേവലം ഒരു ആരാധന അനുഷ്ഠാനങ്ങൾക്കപ്പുറം ജീവിതത്തെ മുഴുവൻ മുച്ചൂടും ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒന്നാണ്. തന്റെ രഹസ്യ പരസ്യ സാമ്പത്തിക ഇടപാട് അനക്കങ്ങളിൽ മുഴുവൻ വ്യവസ്ഥകൾ മുഴുവൻ അല്ലാഹുവിനാവുക എന്നതാണല്ലോ തൗഹീദ് എന്ന് പറയുന്നത്. ഈ തൗഹീദിന് എവിടെ വിള്ളൽ വന്നോ അവിടെ പ്രവാചകന്മാർ ഇടപെട്ടിട്ടുണ്ട്. എവിടെ തൗഹീദിന്
എപ്പോഴും തൗഹീദിന് അട്ടിമറിക്കപ്പെട്ടുവോ, ഏകദൈവത്തെ അട്ടിമറിക്കപ്പെട്ടുവോ, അവിടെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. സൂറത്തു ഹജ്ജ് അവസാനിക്കും നമുക്കറിയാം, വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി ഹുവജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഈ തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഇടങ്ങാറാക്കിയിട്ടില്ല. അല്ലാഹു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇത് ജീവിതത്തിൽ തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭാരമുള്ള കാര്യമൊന്നുമല്ല, അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാദമുണ്ടല്ലോ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാതയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാത തൗഹീദ് അധിഷ്ഠിതമായ പാതയായിരുന്നു. ഇതിങ്ങനെ പറഞ്ഞതിന് ശേഷം പറയുന്നു, വഫീ ഹാദാ ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ മുഴുവൻ ഇവിടെ വന്നിട്ടുള്ളത്? തൗഹീദിന് വേണ്ടിയിട്ടാണ്. ഈ പ്രവാചകന്മാരില്ലാത്ത സമയത്ത് പ്രവാചകന്മാർ ലോകത്തിനും സമുദായത്തിനും സാക്ഷ്യം വഹിച്ചതുപോലെ മനുഷ്യർക്ക് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം കൂടി നിങ്ങൾക്ക് നിർവഹിക്കാനുണ്ട്. ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. നിങ്ങൾ ഓരോരുത്തരും മനുഷ്യരുടെ മേൽ പ്രവാചകന്മാർ സാക്ഷികളായതുപോലെ നിങ്ങൾ ഓരോരുത്തരും മനുഷ്യരുടെ മേൽ സാക്ഷികളാവണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വലിയൊരു പാഠമാണ്. ഇപ്പൊ ഹജ്ജ് മാസത്തില് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ധാരാളമായിട്ട് നമ്മൾ ഓർക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തെ, തൗഹീദി പ്രബോധന രീതി എങ്ങനെയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം? ഇപ്പൊ നമ്മൾ ഇന്ന് പറയുന്ന ഒരു പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ മുഴുവൻ, പശ്ചിമേഷ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മൾ കാണുന്ന ഒട്ടുമിക്ക ഈ ആഫ്രിക്കൻ അതുപോലെ തന്നെ ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിലായിട്ടുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, നമ്മളിപ്പോ കേൾക്കുന്ന ഈ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ള, ഈജിപ്ത് ഉൾപ്പെടെയുള്ള, ഇറാൻ ഉൾപ്പെടെയുള്ള ഈ പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിൽ മുഴുവൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രബോധന കാലടിപ്പാടുകൾ പതിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വിശദമായിട്ട് പരിശുദ്ധ ഖുർആൻ എടുത്ത് വിശദമായിട്ട് പറയേണ്ടതാണ്. അസ്ലിം എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ അല്ലാഹുവിന് പൂർണ്ണമായിട്ടും ഒരേറ്റക്കുറച്ചിലുമില്ലാതെ പൂർണ്ണമായിട്ടും ഞാൻ അല്ലാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞു മുഹ്സിനാകുക, ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു മുസ്ലിമാകുക. മുസ്ലിമായിട്ട് മുഹ്സിനായിട്ട് പൂർണ്ണമായിട്ടും എന്റെ വിശ്വാസത്തിൽ ഒരു കുറവില്ലാത്ത വിധത്തിൽ ഞാൻ ഇതാ എന്റെ പൂർണ്ണമായിട്ടും അള്ളാഹുവിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും സമർപ്പിച്ചിരിക്കുന്നു. ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്. നമ്മൾ നമസ്കാരത്തിന് നിന്നാൽ ചെല്ലുന്ന തശഹുദിന്റെ പ്രാരംഭ പ്രാർത്ഥനയുണ്ട്. ഈ പ്രാരംഭ പ്രാർത്ഥനക്ക് പ്രിയപ്പെട്ടവരെ വലിയ ആഴമുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഇന്നി വജ്ജഹതു, ഞാൻ തിരിച്ചിരിക്കുകയാണ്, എന്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുകയാണ്. നമ്മൾ ശരിക്കും ചിന്തിക്കണം, ഭയങ്കരമായ ഒരു സാങ്കല്പികമാണത്. മുഖം തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ കൈയൊരു ഭാഗത്തേക്ക് തിരിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ തിരിഞ്ഞാലും ഒരു വലിയ കുഴപ്പമില്ല. മുഖം നോക്കിയിട്ടുണ്ടല്ലോ, എന്റെ മുഖത്തെ ഞാൻ കൊണ്ടുപോയിട്ട് സമർപ്പിക്കുകയാണ്. ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ പടച്ച റബ്ബ്, ആ റബ്ബിലേക്ക് ഞാൻ എന്റെ മുഖത്താണ് തിരിച്ചിരിക്കുന്നു. വലിയ ആശയം, അർത്ഥമുള്ള ഒരു പ്രഖ്യാപനമാണ് ശരിക്കും നമ്മൾ നമസ്കാരത്തിൽ നടത്തുന്ന പ്രഖ്യാപനം. എന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒന്നും പോലും മാറ്റം നിർത്താൻ അത് പാടില്ല. വന്നുസുഖി, എന്റെ ത്യാഗ പരിശ്രമങ്ങൾ, ജീവിതം മുഴുവൻ എന്റെ ത്യാഗ പരിശ്രമങ്ങൾ അവിടെ തീർന്നിട്ടില്ല. എന്നിട്ട് വീണ്ടും പറയണം, ഇന്ന സ്വലാത്തി വന്നുസ്കി വ മഹ്യായ, എന്റെ ജീവിതം വ മമാത്തി, അവസാനം എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ്. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മുമ്പിൽ നടത്തിയ ഒരു പ്രഖ്യാപനമാണ്, പ്രതിജ്ഞയാണ്. പ്രിയപ്പെട്ടവർ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ധാരാളമായിട്ട് ഓർക്കുമ്പോൾ എന്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രബോധന രീതി എന്റെ ജീവിതത്തിലുണ്ടോ? പുതിയ കാലത്ത് ഞാൻ എങ്ങനെയാണ് അത് നടത്തേണ്ടത്? ആരോട് എങ്ങനെയാണ് പറയുന്നത്? വിവേകത്തോടും ഹിക്മത്തോടും പുതിയ സ്ട്രാറ്റജികൾ രൂപീകരിച്ച് ഒരാളെയും കുറ്റപ്പെടുത്താതെ വൈകാരികമായിട്ട് അവരോട് പ്രതിയോഗികളാവാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സതുപദേശത്തോടുകൂടി ഏറ്റവും നല്ല മുഖ്യനായിക്കൊണ്ട് ഇഹ്സാനോടുകൂടി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക. അത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാത പിന്തുടരുന്നത് പോലെയാണ് എന്നതാണ് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഉണർത്തുന്നത്. ഇത് വെച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്താൻ, സമകാലിക ലോകത്തെ വിലയിരുത്താൻ. നമ്മൾ വെറുതെ ഇരുന്നിട്ട് ആലോചിക്കുക, എന്തിനാ ഖുർആനിൽ ഇത്രയധികം പ്രവാചകന്മാരുടെ സംഭവങ്ങൾ പറയുന്നത്? മൂസ അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നത്, ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നത്, ഷുഐബ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നത്, ലൂത്ത് അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നത്,
നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട്, ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ കുറിച്ചിട്ട് എന്തിനാ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ ലോകം അവസാനിക്കുവോളം പറയുന്നത് എന്നത് മാത്രം ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടായിരിക്കും ഫിർഔന്റെ പേര് വന്നത്, നമ്രൂദിന്റെ പേര് വന്നത്? നമ്മൾ പറയുന്ന മുഹമ്മദ് നബിന്റെ പേര് 3-4 തവണ ആവർത്തിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഇരട്ടിയായിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പേര്. അപ്പൊ എന്തായിരിക്കും ഖുർആൻ അതിലൂടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്, മുഹമ്മദ് നബി എന്തായിരിക്കും പറയാൻ ശ്രമിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുക. പുതിയ കാലത്ത് നിന്നുകൊണ്ട് നമ്മുടെ ദൗത്യത്തിൽ നമ്മൾ അതിനെ തിരിച്ചറിയുക. ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധകരായിട്ട്, പ്രചാരകരായിട്ട് നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നിന്റെ റഹ്മത്ത് കിട്ടുന്ന, നിന്റെ അനുഗ്രഹാശിസുകൾ കിട്ടുന്ന, ജീവിതത്തിൽ മുഴുവൻ ഖൈറും ബർക്കത്തും ലഭിക്കുന്ന നിന്റെ ഇഷ്ടക്കാരിൽ, വിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അല്ലാഹു അവർക്കൊക്കെ നീ ശിഫ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. വലിയ പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന നിന്റെ ഇഷ്ടക്കാരുകളായിട്ട്, പ്രബോധകരായിട്ട് ഞങ്ങളെ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ പലപ്പോഴായിട്ട് തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും, സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകളും, കുറ്റങ്ങളും, കുറവുകളും ഞങ്ങൾക്ക് ഇനി പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. തെറ്റിന്റെ പേരിൽ ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ അല്ലാഹുവേ, നിന്റെ തൃപ്തിയും പ്രതിഫലവും ആഗ്രഹിച്ച് ധാരാളം നന്മകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ആ നന്മകളൊക്കെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അതൊക്കെ സ്വീകരിച്ച് സ്വർഗത്തിൽ ഉന്നത പദവി നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിന്റെ സന്നിധാനത്തിലേക്ക് യാത്ര പോയ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, അല്ലാഹു അവരൊന്ന് ഖബറിടത്തിലാണ്, അവരുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. ചില ആളുടെ ഉമ്മമാർ നേരത്തെ തന്നെ അല്ലാഹുവിലേക്ക് യാത്ര പോയിട്ടുണ്ട്, ചില ആളുടെ മക്കൾ യാത്ര പോയിട്ടുണ്ട്. അല്ലാഹു അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നമ്മുടെ പ്രദേശത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ 4 മരണ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ബഹുമാന്യനായ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സമദ് മാസ്റ്ററുടെ പെങ്ങൾ ഇമ്പിച്ചി മുഹമ്മദ് മൗലവിയുടെ മൂത്ത മകൾ, സമദ് മാസ്റ്ററുടെ പെങ്ങൾ സി ആയിഷ സാഹിബ അല്ലാഹുവിലേക്ക് കഴിഞ്ഞ ആഴ്ചയാണ് യാത്ര പോയത്. അതുപോലെ തന്നെ നമ്മുടെ തന്നെ പള്ളിയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന അലി അക്ബർ സാഹിബ്, പെരിയമ്പലത്ത് അലി അക്ബർ സാഹിബ് അസുഖമുള്ള സമയത്ത് തന്നെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മുടെ പള്ളിയിലേക്ക് വന്നിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ വരുന്ന അനീബിന്റെ മകൾ അസുഖബാധിതയായിട്ടുണ്ടായിരുന്നു, 9 വയസ്സായിട്ടുള്ളൂ. മക്കള് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പാക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. ഉപ്പമാരും ഉമ്മമാരും ജീവിച്ചിരിക്കെ മക്കൾ മരണപ്പെടുക എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചയിലാണ് മങ്കടക്കടുത്ത്, വെള്ളിയിലക്കടുത്ത് ഇടിമിന്നലേറ്റുകൊണ്ട് ഒരു കുടുംബത്തിലെ 4 കുട്ടികൾ, 10, 15, 16 വയസ്സായ മക്കൾ അല്ലാഹുവിലേക്ക് യാത്രയായത്. നമുക്കറിയാം, ഉപ്പമാര് ജീവിച്ചിരിക്കെ മക്കൾ യാത്ര പോവുക എന്ന് പറഞ്ഞത് ഏതുപ്പക്കും ഉമ്മക്കും അങ്ങേയറ്റത്തെ ക്ഷമ ആവശ്യമുള്ള ഒന്നാണ്. പടച്ച റബ്ബ് ആ മാതാപിതാക്കൾക്ക് ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ, കുടുംബത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷൻസ മഹർ 9 വയസ്സ് പ്രായമായിട്ടുള്ള അപ്പോഴാണ് അല്ലാഹുവിലേക്ക് യാത്രയായത്. പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചതുപോലെ സ്വർഗത്തിലേക്കുള്ള ഒരു സമ്പാദ്യമായിട്ട് ആ കുടുംബത്തിന് ആ മോളെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനനായ പി അബ്ദുൽ കരീം സാഹിബ് പുഴക്കൽ തന്നെയുള്ള എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയും കൂടിയും കഴിഞ്ഞ ആഴ്ചയിൽ അല്ലാഹുവിലേക്ക് യാത്ര പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള ഒരുപാട് ആളുകൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് അല്ലാഹുവിലേക്ക് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പടച്ച റബ്ബ് അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിൽ വെച്ച് നമ്മെല്ലാവരെയും ഒരുമിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നീ ശിഫ പ്രദാനം ചെയ്യണേ തമ്പുരാനെ, ആഫിയത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹു നമ്മുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് നല്ല വിജയം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ.
പിശാചിന്റെ ഷെറിൽ നിന്ന്, പൈശാചികമായ വൃത്തികേടുകളിൽ നിന്ന്, അധാർമികതയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ തമ്പുരാനെ. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ അവർക്ക് നൽകണേ തമ്പുരാനെ. ഏറ്റവും നന്നായിട്ട് മൂല്യങ്ങൾ പഠിപ്പിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. സ്വാലിഹായ സന്താനങ്ങളാക്കി വളർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും ഈ വലിയ ഭാരങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, വേദനാത്മകമായ സന്ദർഭങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാക്കണേ തമ്പുരാനെ. ജീവിതത്തിന് ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. റിസ്ഖിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. സാമ്പത്തികമായി വലിയ ബാധ്യതകളിൽ നിന്ന് ഞങ്ങൾ നീ കാക്കണേ തമ്പുരാനെ. കടബാധ്യതകൾ കൊണ്ട് ജീവിതം അറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, ജീവിതത്തിൽ അവർക്ക് ഇനി ഖൈർ കൊടുക്കണേ തമ്പുരാനെ. റിസ്ഖിൽ അഭിവൃദ്ധി കൊടുക്കണേ തമ്പുരാനെ. ജീവിതത്തിന് സന്തോഷം നൽകണേ തമ്പുരാനെ. വലിയ പരീക്ഷണങ്ങളിൽ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. പിശാചിന്റെ ഷെറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. آمين.